കൊരങ്ങ് മോറൻ. എടാ, കോമാളി കരയാൻ പാടില്ല, ചത്താലും കരയാൻ പാടില്ല. കോമാളി കരഞ്ഞാൽ ആളുകൾ ചിരിക്കും. ചിരിപ്പിക്കാൻ വേണ്ടി കരഞ്ഞു, അല്ലാണ്ട് കരയരുത്. കോമാളിയുടെ കണ്ണീര് മനസ്സിലിരുന്നാ മതി. ചിരിക്കണം, ചിരിപ്പിക്കണം. നെഞ്ചിന് തീ പിടിച്ചാലും ചിരിക്കണം. ചിരിക്കടാ, ചിരിയടാ മോനെ, ചിരി. നമസ്കാരം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഒരു കാലത്ത് റേഡിയോയിലും ടിവിയിലും സ്ഥിരമായി കേൾക്കുന്ന, നമ്മെ സ്പർശിക്കുന്ന ഒരു ഗാനരംഗമായിരുന്നു. ഇപ്പോൾ നമ്മുടെ മൊബൈൽ വേൾഡിലും ഇടയ്ക്കൊക്കെ വരാറുണ്ട്. മഴയിൽ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ മറ്റുള്ളവർ കാണില്ലല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം. എന്നാൽ ജീവിതം മുഴുവൻ കരഞ്ഞുകൊണ്ട് നമ്മെ ചിരിപ്പിച്ച ചിലരുണ്ട്, സർക്കസിലെ കോമാളികൾ. അവരുടെ കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു 2000-ൽ പുറത്തിറങ്ങിയ ലോഹിതദാസിന്റെ ജോക്കർ. അതിലെ ജോക്കറായ അബൂക്ക ഇങ്ങനെ പറയുന്നുണ്ട്: കോമാളി കരയാൻ പാടില്ല, കരഞ്ഞാൽ ആളുകൾ ചിരിക്കും, ചിരിപ്പിക്കാൻ വേണ്ടി കരയണം. ഈ രംഗം കാണുന്ന പ്രേക്ഷകന്റെ കണ്ണ് ചെറുതായി ഒന്ന് നനയും. വിധി കാത്തുവെച്ച പോലെ ഈ സിനിമ ഈ നടന്റെ അവസാന സിനിമയായിരുന്നു. അത് മറ്റാരുമല്ല, മലയാള സിനിമയ്ക്ക് എക്കാലവും ഓർക്കാൻ ഒരുപാട് ഹാസ്യ മുഹൂർത്തങ്ങളും അമൂല്യ അഭിനയ പ്രകടനങ്ങളും സമ്മാനിച്ച ശ്രീ ബഹദൂർ എന്ന അനശ്വര കലാകാരൻ. തനിക്കു മാത്രം ചെയ്യാൻ കഴിയുന്ന കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ കോറിയിട്ട അഭിനയത്തിന്റെ വേറിട്ട മുഖമായിരുന്നു ശ്രീ ബഹദൂർ. ഒട്ടനവധി വ്യത്യസ്ത വേഷങ്ങളിലൂടെ അരനൂറ്റാണ്ട് കാലത്തോളം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന, ഏറെയും ഹാസ്യപ്രധാനമായ വേഷങ്ങൾ ചെയ്ത ശ്രീ ബഹദൂർ 1960-70 കാലഘട്ടത്തിൽ SP പിള്ള ബഹദൂർ, ഫാസി ബഹദൂർ കോമ്പിനേഷൻ വാണിജ്യ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ ചെറുതല്ല. ഹാസ്യ നടനായും സ്വഭാവ നടനായും ഏകദേശം 700ഓളം സിനിമകളിൽ അഭിനയിച്ചു. കൊടുങ്ങല്ലൂർ പടിയത്ത് കൊച്ചുമൈദീന്റെയും ഖദീജയുടെയും 9 മക്കളിൽ ഒരാളായി ജനിച്ച ബഹദൂർ വളരെ കഷ്ടപ്പെട്ടാണ് സിനിമയിലേക്ക് എത്തുന്നത്. ആദ്യകാലത്ത് തന്റെ അഭിനയ ജീവിതം ബഹദൂർ നാടകത്തിലൂടെയാണ് തുടങ്ങിയത്. സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം പഠിത്തം നിർത്തേണ്ടി വന്നു. ബഹദൂർ ആദ്യം ജീവിതമാർഗത്തിനു വേണ്ടി ബസ് കണ്ടക്ടറായി വരെ ജോലി നോക്കിയിട്ടുണ്ട്. പിന്നീട് മലയാള ചലച്ചിത്രകാരനും നടനുമായ തിക്കുറിശ്ശിയെ ഒരു ബന്ധു വഴി കണ്ടുമുട്ടുകയും സിനിമയിലേക്കുള്ള വഴി തുറക്കുകയുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി, 1952-53 കാലഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എവിടെല്ലാം പൈപ്പ് ഉണ്ടായിരുന്നു എന്ന് തനിക്കറിയാമായിരുന്നു. രാവിലെ മുതൽ നടക്കുകയാണ്. വിശക്കുമ്പോൾ പൈപ്പുമായി ഒരു എത്തിപ്പിടുത്തമുണ്ട്. അങ്ങനെ ഒരു അഭിനേതാവാകാനുള്ള തീവ്രമായ ശ്രമവും സമർപ്പണവും നടത്തിയ അതുല്യ നടനായിരുന്നു ശ്രീ ബഹദൂർ. ഒരു ചെറിയ വേഷത്തിൽ ആദ്യ സിനിമയായ അവകാശിയിൽ 1954-ൽ അഭിനയിച്ചു. അക്കാലത്ത് ആകാശവാണിയിൽ നാടകങ്ങളിലും അദ്ദേഹം ശബ്ദം കൊടുത്തിരുന്നു. കുഞ്ഞാലു എന്ന ബഹദൂറിന്റെ ആദ്യ സിനിമ തിരുവനന്തപുരം മെരിലാൻഡിലായിരുന്നു ഷൂട്ടിംഗ്. കൊടുങ്ങല്ലൂർക്കാരൻ കുഞ്ഞാലുവിന്റെ കൊച്ചു കൊച്ചു കുസൃതികളും കോമഡികളും കണ്ട് സുബ്രഹ്മണ്യ മുതലാളിയും നായകനായ പ്രേം നസീറും ചിരിച്ചു മറിഞ്ഞു. മുതലാളിക്ക് കുഞ്ഞാലി എന്ന പേര് അത്ര ബോധിച്ചില്ല. പ്രേം നസീറിനോട് സുബ്രഹ്മണ്യ മുതലാളി കുഞ്ഞാലിക്കൊരു പുതിയ പേര് വേണമെന്ന് പറയുന്നു. അദ്ദേഹം തിക്കുറിശ്ശിയെ വരുത്തുന്നു. ചിറയിൻകീഴ് അബ്ദുൽ ഖാദറെ പ്രേം നസീറാക്കിയ സാക്ഷാൽ പേര് ജ്യോത്സ്യൻ ശ്രീ തിക്കുറിശ്ശി കൊടുങ്ങല്ലൂരുകാരൻ കുഞ്ഞാലിക്ക് ബഹദൂർ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് നമ്മുടെ എല്ലാം ബഹദൂറായി മാറി. അവകാശി എന്ന സിനിമയ്ക്ക് ശേഷം മെരിലാൻഡിന്റെ പാടാത്ത പൈങ്കളിൽ മിസ് കുമാരിയുടെ പിറകെ പ്രേമാഭ്യർത്ഥനയുമായി നടക്കുന്ന മരമണ്ടനായ ചക്കരവർക്കൻ എന്ന വേഷം. സിനിമയിൽ ആദ്യാവസാന കോമഡി റോൾ ബഹദൂർ എന്ന ഹാസ്യ നടനെ മലയാള സിനിമാ ലോകം ഏറ്റെടുത്തു. ബാല്യകാല സഖി, അനിയത്തി, ജയിൽ പുള്ളി, മറിയക്കുട്ടി, കടൽ, പ്രൊഫസർ, കാട്ടുമല്ലിക തുടങ്ങി മെരിലാൻഡിന്റെ 1 ഡസനോളം സിനിമകളിൽ അഭിനയിച്ചു. ഏറ്റവും കൂടുതൽ സിനിമകളിൽ പ്രേം നസീറുമായി ഉണ്ടായ അഭിനയം ഇരുവരുടെയും സ്നേഹബന്ധത്തിന് ആക്കം കൂട്ടി. പടിപടിയായുള്ള ഉയർച്ചയിൽ മദ്രാസിലെ നുങ്കമ്പാക്കത്ത് വീട് വാങ്ങി താമസവും തുടങ്ങി. നാട്ടിൽ നിന്ന് വരുന്ന സിനിമാ മോഹികളുടെ ആശ്രയമായിരുന്നു ബഹദൂർ. ഈ മനുഷ്യസ്നേഹിയുടെ വീടും എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ കാണുകയും വീട്ടിൽ താമസിപ്പിക്കുകയും എല്ലാ സൗകര്യങ്ങളും ചെയ്തും കൊടുത്തു. ബഹദൂർ എന്ന സ്നേഹനിധിയുടെ തണലിൽ ഇന്നത്തെ പ്രശസ്തരായ ഹരിഹരൻ, IV ശശി, സത്യൻ അന്തിക്കാട്, കമൽ തുടങ്ങിയവരൊക്കെ ഉണ്ട്. ഉദയയുടെ നീലി സാലി എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചു.
അരനാഴിക നേരം, കടൽപ്പാലം, പണിതീരാത്ത വീട്, വാഴ്വേമായം, അനുഭവങ്ങൾ പാളിച്ചകൾ, ആരവം, ഗായത്രി ദേവി എൻ്റെ അമ്മ, അനുഭവം, വെള്ളം, എൻ്റെ കാണാക്കുയിൽ, രേവതിക്കൊരു പാവക്കുട്ടി, ആദ്യം 1 മുതൽ, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, പരിണയം, സ്ഫടികം, തൂവൽ സ്പർശം, ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം, ഒരു യാത്രാമൊഴി, അങ്ങനെ ഹാസ്യരസപ്രധാനവും സ്വാഭാവിക നടനവും എല്ലാം കാച്ചിക്കുറുക്കി പ്രേക്ഷക മനസ്സിൽ കുടിയിരുത്തിയ വേഷപ്പകർച്ചകൾ. അവസാനമായി അഭിനയിച്ച ചിത്രം ജോക്കറാണ്. 1/2 നൂറ്റാണ്ട് കാലത്തോളം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ബഹദൂറിന് 1970, 1972 വർഷങ്ങളിൽ മികച്ച ഹാസ്യനടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. 1973-ലും 76-ലും മികച്ച സഹനടനുള്ള പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സിനിമയിലെ അഭിനയത്തിൽ മാത്രം ഒതുങ്ങാതെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ സിനിമാ നിർമ്മാണം, വിതരണ രംഗത്തും പ്രവർത്തിക്കുകയും അതുമൂലം സാമ്പത്തിക ബാധ്യതകളും അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ എല്ലാം ഒരു ചിരിയിൽ ഒതുക്കി കടന്നു വന്ന വഴികൾ മറക്കാതെ വീണ്ടും വീണ്ടും നമ്മെ ചിരിപ്പിച്ചുകൊണ്ടും സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ സ്നേഹിച്ചും കടന്നുപോയ അപൂർവ മനുഷ്യ സ്നേഹി. ഭാര്യ ജമീല, സിദ്ദിഖ്, മുഹമ്മദ്, റൂക്കിയ എന്നീ 3 മക്കൾ. സ്നേഹസമ്പന്നനും കാര്യപ്രാപ്തനുമായ കുടുംബനാഥൻ. 9 മക്കളുള്ള ഒരു വലിയ കുടുംബത്തിൽ നിന്നും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി സ്നേഹപ്രതീകമായി ജീവിച്ച പുണ്യാത്മാവ്. 2000 മെയ് 22-ന് കടുത്ത നെഞ്ചുവേദനയുണ്ടായി. ആശുപത്രിയിൽ പ്രവേശിച്ച അദ്ദേഹത്തിന്റെ മരണം തലച്ചോറിൽ രക്തസ്രാവം മൂലം സംഭവിക്കുകയായിരുന്നു. കോമാളി കരയാൻ പാടില്ല, കരഞ്ഞാൽ ആളുകൾ ചിരിക്കും, ചിരിപ്പിക്കാൻ വേണ്ടി കരയണം എന്ന അബൂക്ക എന്ന കഥാപാത്രത്തിലൂടെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതവുമായി യാദൃച്ഛികമായിട്ടെങ്കിലും ബന്ധപ്പെട്ട് കിടക്കുന്നു. മലയാളത്തിന്റെ ചാർലി ചപ്ലിനായ ശ്രീ ബഹദൂറിന് ആദരാഞ്ജലികൾ.